ഹലോ സാറേ, നമസ്കാരം. ചന്ദനപ്പള്ളി സെന്റ് ജോർജ് തീർത്ഥാടന കത്തോലിക്ക ദേവാലയത്തിന് ഈ തിരുശേഷിപ്പ് കിട്ടിയ ആ ഒരു നാൾ വഴി ഒന്ന് പങ്കുവയ്ക്കാമോ? തീർച്ചയായിട്ടും അതിൽ സന്തോഷമുണ്ട്. നമ്മുടെ റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ അധീനതയിലാണ് ഈ വിശുദ്ധ ഗീവർഗീസ് സാദായുടെ തിരുശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്നത്. നമുക്ക് വത്തിക്കാൻ പ്രതിനിധിയായിരിക്കുന്ന ജോർജ് പനന്തുണ്ടിൽ ആർച്ച് ബിഷപ്പ് കസാക്കിസ്ഥാനിലെ സ്ഥാനപതിയാണ്. അപ്പോൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴാണ് ഈ റഷ്യൻ ഓർത്തഡോക്സ് സഭയുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ ഇടയായി. അപ്പോൾ വലിയ സന്തോഷത്തോടുകൂടി അവിടുത്തെ അലക്സാണ്ടർ മെത്രാപ്പോലിത്ത നമ്മളെ അവിടേക്ക് ക്ഷണിക്കുകയും തിരുസ്വരൂപം ഈ ഇടവകയ്ക്ക് വേണ്ടി തിരുശേഷിപ്പ് ഇടവകയ്ക്ക് വേണ്ടി തരാമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു. അതനുസരിച്ച് നമ്മുടെ പരിശുദ്ധ ക്ലീമീസ് കാതോലിക്ക ബാവായുടെ ശ്രേഷ്ഠ അനുമതിയോടുകൂടി നമ്മുടെ പത്തനംതിട്ട രൂപതാധ്യക്ഷൻ സാമുവേൽ മാർ ഐറേനിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ വികാരിയായിരിക്കും ചന്ദ്രപ്പള്ളിയുടെ വികാരി റവറൻ ഫാദർ ബെന്നി നാരകത്തനാലിന്റെ നേതൃത്വത്തിൽ ഇടവാംഗങ്ങളായ 20 പേരുടെ ഒരു സംഘം കസാക്കിസ്ഥാനിലെത്തി. കഴിഞ്ഞ ഏപ്രിൽ 23 വിശുദ്ധ ഗീവർഗീസ് സാദായുടെ തിരുനാൾ ദിനത്തിൽ തന്നെ അവിടെ വെച്ച് ഈ വലിയ ഒരു പ്രൗഢമായ സദസ്സിന് മുമ്പാകെ ഈ തിരുശേഷിപ്പ് അലക്സാണ്ടർ മെത്രാപ്പോലിത്ത നമ്മുടെ പത്തനംതിട്ട രൂപതാധ്യക്ഷന് കൈമാറുന്ന ഒരു ചടങ്ങ് അവിടെ വെച്ച് സംഭവിച്ചു. അതിനുശേഷം ആ തീർത്ഥാടക സംഘം തിരുവനന്തപുരത്ത് എത്തി ക്ലീമീസ് പിതാവിനെ ആ തിരുശേഷിപ്പ് അദ്ദേഹത്തിൻ്റെ ചാപ്പലിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഇന്ന് 29-ാം തീയതി ഏപ്രിൽ മാസം 29-ാം തീയതി ചന്ദനപ്പള്ളിയിലെ ഒട്ടുമിക്ക 100-ൽ പരം വരുന്ന വിശ്വാസ സമൂഹം ഇവിടെ പട്ടത്ത് കബറിങ്കൽ വന്ന് ധന്യനായ മാർ യോഹന്നാനീസ് തിരുമേനി മറ്റ് മെത്രാപ്പോലിത്തമാര് അവരുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന ചാപ്പൽ കബർ ചാപ്പലിൽ വെച്ച് നമ്മുടെ കാതോലിക്ക ബാവ പ്രത്യേകമായിട്ടുള്ള അനുസ്മരണ ശുശ്രൂഷകൾ നടത്തി ആശംസകൾ നൽകി ഈ പേടകം നമ്മുടെ വികാരി അച്ഛനെ നേരിട്ട് ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം വിശുദ്ധ കുർബാന ചാപ്പലിൽ കബർ ചാപ്പലിൽ വിശുദ്ധ കുർബാന ആഘോഷമായിട്ട് അർപ്പിക്കപ്പെട്ടു. നമ്മുടെ പോളികാർപ്പസ് തിരുമേനി സന്ദേശം തന്നു. അതുപോലെ വർക്കി ആറ്റുപുറം ഇവിടുത്തെ വികാരി ജനറൽ അദ്ദേഹം സന്നിഹിതനായിരുന്നു. മറ്റ് ധാരാളം വൈദികര്, സിസ്റ്റേഴ്സ്, വിശ്വാസ സമൂഹം 250 പേര് വരുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പാകെയാണ് ഈ തിരുശേഷിപ്പ് കൈമാറ്റം നടത്തിയത്. അതിനുശേഷം ഞങ്ങളിപ്പോ ഇവിടെ നിന്ന് യാത്ര തിരിച്ച് MC റോഡിന്റെ ആ റോഡ് വക്കിലുള്ള ഏതാനും 7-8 ദേവാലയങ്ങൾ സന്ദർശിച്ച് അവിടെ വണക്കത്തിന് സൗകര്യം കൊടുക്കുകയും അവരുടെ സ്വീകരണം ഏറ്റുവാങ്ങുകയും ചെയ്തുകൊണ്ട് ഇന്ന് പത്തനംതിട്ട കത്തീഡ്രൽ ചാപ്പൽ ബിഷപ്പ് ചാപ്പലിൽ ഇത് കൊണ്ട് സൂക്ഷിക്കുന്നതായി. ചന്ദനപ്പള്ളിയിൽ വിശ്വാസികളുടെ വണക്കത്തിനായി ഇനി ഈ തിരുശേഷിപ്പ് ചന്ദനപ്പള്ളിയിലെ പ്രധാനപ്പെട്ട തിരുനാൾ ദിനമായ മെയ് 7-ന് പത്തനംതിട്ട അരമന ചാപ്പലിൽ നിന്ന് അഭിയുന്ന പിതാവിന്റെ കയ്യിൽ നിന്ന് അത് ഏറ്റുവാങ്ങി ആഘോഷമായിട്ട് ചന്ദനപ്പള്ളിയിലേക്ക് കൊണ്ടുവരുന്നതും 9:15 ചന്ദനപ്പള്ളിയിൽ അത് എത്തിച്ചേരുന്നതുമാണ്. അവിടെ വെച്ച് നമ്മുടെ സഭയുടെ പിതാവും തലവനുമായ ക്ലീമീസ് ബാവായിക്ക് അത് കൈമാറുന്നു. ബാവ അത് കൈയേറ്റിക്കൊണ്ട് പള്ളിക്കകത്ത് പ്രവേശിച്ച് പ്രത്യേകമായിട്ട് ഒരുക്കിയിട്ടുള്ള ഒരു പേടകത്തിൽ ഈ തിരുശേഷിപ്പ് അവിടെ പ്രദർശിക്കുന്നതോടുകൂടി പരസ്യ വണക്കത്തിന് സൗകര്യങ്ങൾ ഉണ്ടാകും. ഒരു ആഹ്വാനമാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പൊ ഈ യാത്രയിൽ ഉടനീളം ധാരാളം വിശ്വാസികൾ നമ്മളെ സ്വീകരിക്കുവാനും കാണാനും വരുന്നുണ്ട്. അവരെല്ലാം
ഈ തീർത്ഥാടന പള്ളിയിലേക്ക് വിശുദ്ധ ഗീവർഗീസ് സദായുടെ തിരുശേഷിപ്പ് മുത്തി വണങ്ങി അനുഗ്രഹം പ്രാപിക്കുവാൻ അവരെ എല്ലാം ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ യാത്ര നടത്തുന്നത്. തീർച്ചയായിട്ടും ചന്ദനപ്പള്ളിയിലെ 2024 മെയ് 1 മുതൽ 7 വരെ നടക്കുന്ന പെരുന്നാൾ ആഘോഷങ്ങളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു.